അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ മഹനീയമായ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മാതാപിതാക്കളെ, മക്കളെ, സഹോദരീ സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ പടച്ചവൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോടിക്കോടി ജനങ്ങൾ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനവൻ്റേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ജോലിത്തിരക്കുകളും വേണ്ടുവോളം എല്ലാവർക്കുമുണ്ട് എന്ന് പറയാം. എന്നാൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ഇടപഴകേണ്ട ഒരുപാട് വിഷയങ്ങൾ നമുക്കോരോരുത്തർക്കും ഉണ്ടാകുന്നു. കൊണ്ടും കൊടുത്തും സഹായിച്ചും സ്വീകരിച്ചും ഏറ്റെടുത്തും സ്നേഹിച്ചും താലോലിച്ചും വാത്സല്യം കാണിച്ചും ബഹുമാനിച്ചുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു, യാ അയ്യുഹന്നാസു, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം പടച്ചത് തീർച്ചയായും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയോടെ മര്യാദയോടെ ജീവിക്കുന്നവരാരോ അവരാണ് ബഹുമാനമർഹിക്കുന്നവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ എന്ന്. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരും മതമേതാകട്ടെ, വർഗമോ വിഭാഗമോ നാടോ നാവോ ചോരയോ ചേരിയോ ഏതുമാകട്ടെ, സഹോദരീ സഹോദരന്മാരാണ്. ഈ സാഹോദര്യ ബന്ധം ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രമിക്കണം. ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ്, ഏതെങ്കിലും ഒരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്, ഏതെങ്കിലും ഒരാളുടെ രോഗം നമ്മുടെ രോഗമാണ്, ഏതെങ്കിലും ഒരാൾക്ക് നന്മ ലഭിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയാണ്, ഏതെങ്കിലും ഒരാൾ മോശമാകുന്നുവെങ്കിൽ, സ്വഭാവ സംസ്കാര മര്യാദയുടെ രംഗങ്ങളിൽ മോശമാകുന്നുവെങ്കിൽ അത് നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ മോശമാകുന്ന പോലെയാണ്. അതുകൊണ്ട് ഈ ഫീലിംഗ്
നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആരും മറ്റുള്ളവരുടെ പതനത്തിൽ സന്തോഷിച്ചുകൂടാ, ആരും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിച്ചുകൂടാ. നാളെ നമുക്കും ഈ സ്ഥിതി വരാം. നമ്മുടെ സ്വന്തം മക്കളോ മാതാപിതാക്കളോ കൂട്ടുകുടുംബാദികളോ തെറ്റിലേക്ക് ഇന്ന് പോയിട്ടില്ലെങ്കിൽ നാളെ പോയി എന്ന് വരാം. അതുകൊണ്ട് ഒരു പുതിയ സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. എന്താണത്? അദ്ദീനുൻ നസീഹ, മതം ഗുണകാംക്ഷയാണ്, മതം ഗുണകാംക്ഷയാണ് എന്നത്. അതിനാൽ ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കും ഇടയിൽ നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ നൽകാൻ. നമ്മളെല്ലാവരും ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ് എന്ന പോലെ നമ്മളെല്ലാവരും ഒരു രക്ഷിതാവിൻ്റെ, ഒരു പടച്ചവൻ്റെ പടപ്പുകളാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൂതനും ജൈനനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം ഒരു പടച്ചവൻ്റെ പടപ്പുകളാണ്. നമ്മളെല്ലാവരെയും പടച്ചത് ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ച പോലെ എല്ലാവരുടെയും രക്ഷിതാവ് ഒന്നാണ്, എല്ലാവരുടെയും മാതാപിതാക്കൾ ഒന്നാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളാണ്. ഹവ്വായുടെ പൊക്കിൽ കൊടിയുമായി ബന്ധമില്ലാത്ത ആരും ലോകത്തില്ല. ഈ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അസ്തമിക്കാറായ സൂര്യൻ്റെ ശോഭ നൽകുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. ചന്ദ്രൻ്റെ നിലാവുലികൾ എല്ലാവർക്കും വേണ്ടിയാണ്. ഭൂമി എല്ലാവർക്കുമുള്ളതാണ്. ശ്വസിക്കുവാനുള്ള വായു എല്ലാവർക്കുമുള്ളതാണ്. ഈ ബന്ധം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന നിലക്ക് നമ്മളുടെ എല്ലാവരുടെയും സൃഷ്ടാവും പരിപാലകനും ഏകനാണ് എന്നതും ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കടലുകളെയും കായലുകളെയും പർവ്വതങ്ങളെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ചോദിക്കുന്നു, ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, പടച്ചവന് പുറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ, നിങ്ങളൊന്ന് കാണിച്ചു തരൂ എന്ന്. ഹദാ ഖൽഖുല്ലാ, ഇതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, ഇത് അള്ളാഹു പടച്ചതാണ്. ലോകത്തുള്ള സകലമാന മനുഷ്യരും സകലമാന ദൈവങ്ങളായി അറിയപ്പെടുന്ന ദേവീദേവന്മാർ, മഹർഷികൾ, ഔലിയാ, തങ്ങന്മാർ, ബീവികൾ, മുനിമാർ, ബിംബങ്ങളിൽ, ജാറങ്ങളിൽ, ദർഗകളിൽ, മക്കാമുകളിൽ, പുണ്യമരങ്ങളിൽ, പുണ്യമൃഗങ്ങളിൽ, പുണ്യപുഷ്പങ്ങളിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികളും ശക്തികളുമെല്ലാം ഈ ലോകത്ത് വരും മുമ്പ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. പതിവ് പോലെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. പതിവ് പോലെ മഞ്ഞ് പെയ്യുകയും മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. പതിവ് പോലെ രാവും പകലും ചൂടും തണുപ്പും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളെല്ലാം ലോകത്ത് വരും മുമ്പ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. അത് ഹിന്ദുവിൻ്റെ ദൈവമാണ്, മുസ്ലിമിൻ്റെ ദൈവമാണ്, ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, ബൗദ്ധൻ്റെയും ജൂതൻ്റെയും ജൈനൻ്റെയും ഈശ്വരവിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും സൃഷ്ടാവാണ്. ഈ ഒരു സന്ദേശം, ഇത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ താല്പര്യമാണ്, ഇത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ താല്പര്യമാണ്. ഇത് മതങ്ങളുടെ മുഴുവൻ സന്ദേശമാണ്. ഏകം സ്വന്തം, ദൈവം ഏകനാകുന്നു. വേദഗ്രന്ഥങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഒരു പാറയും ഇല്ല എന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു, ഏകനായ ആരാധ്യനാകുന്നു എന്ന് പടച്ചവൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിന് മുന്നിൽ നീറുന്ന നോവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യഥാർത്ഥമായ പച്ചയായ ഏകദൈവ വിശ്വാസം വീണ്ടും വീണ്ടും നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ആളുകൾ മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. ആദ്യത്തെ മനുഷ്യനും അവിടുത്തെ ഭാര്യയും കുടുംബവും ഏകദൈവ വിശ്വാസത്തിൻ്റെ തണലിലും നെടലിലുമാണ് വളർന്നത്. പിന്നീട് മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുമായി വന്നപ്പോഴാണ് ബഹുദൈവ വിശ്വാസം കടന്നു വന്നത്. പടച്ചവൻ സൂറത്തുൽ ബഖറ 213-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങളെല്ലാവരും ഒറ്റ സമൂഹമായിരുന്നു, എല്ലാവരും ഒറ്റ സമൂഹമായിരുന്നു. ദൈവമൊന്ന്, മാതാപിതാക്കളൊന്ന്, ഭൂമിയൊന്ന്, ആകാശമൊന്ന് എന്ന സന്ദേശം. എന്നിട്ട് പിന്നീട് ബഹുദൈവ വിശ്വാസം
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ലാത്ത വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദുആ ഇരക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന സ്വഭാവം കടന്നു വന്നു. അപ്പോഴാണ് പ്രവാചകന്മാർ ലോകത്ത് വന്നത്. ആ പ്രവാചകന്മാരെല്ലാം തറവാട്ടിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ചു. ആ പ്രവാചകന്മാരെല്ലാം തറവാട്ടിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ആളുകൾ തറവാടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങി. വീണ്ടും അബദ്ധങ്ങൾ വന്നപ്പോൾ വീണ്ടും പ്രവാചകന്മാർ വന്നു. ഇതങ്ങനെ തുടർന്നുകൊണ്ടേ വന്നു. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹ്ബിഹി വസല്ലം ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമായി കടന്നു വന്നു. ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമായി മാത്രമല്ല, അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമായി കടന്നു വന്നു. ആ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് മുൻ വേദഗ്രന്ഥങ്ങളിൽ പ്രവചിക്കപ്പെട്ടു. യദസ്മിൻ അന്തരേ മലേശ ആചാര്യേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഈ സന്ദർഭത്തിൽ വിദേശീയനായ മുഹമ്മദ് തൻ്റെ അനുയായികളോടുകൂടി ലോകത്ത് ഹാജരാകുമെന്ന് ഭവിഷ്യ മഹാപുരാണത്തിൽ വ്യാസ മഹർഷി പറഞ്ഞു. ബൈബിളിൽ, പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ വിവിധങ്ങളായ പരാമർശങ്ങൾ കാണാം. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം മഹാനായ മുഹമ്മദ് നബിയുടെ വരവിനെ പറ്റിയുള്ള പരാമർശം, പ്രവചനം. ഈ പ്രവചനങ്ങളുടെ എല്ലാം പുലർച്ചയായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിച്ചത് ഈ മഹത്തായ സന്ദേശം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെ എല്ലാവരുടെയും മാതാപിതാക്കൾ ഒന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടുകൾ ഒന്നാണ്. ഓരോരുത്തരുടെയും മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്ന ഉച്ഛ്വാസവായുവാണ് ശ്വാസവായുവായി ശുദ്ധീകരിക്കപ്പെട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മൂക്കിലേക്ക് തിരിച്ചു വരാനുള്ളത്. എങ്കിൽ ഇതാണ് വസ്തുതയെങ്കിൽ നമ്മുടെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ, നാട്ടിൽ, കടയിൽ, കമ്പോളത്തിൽ, സ്കൂളിൽ, കോളേജിൽ, പാർക്കുകളിൽ, വാഹനങ്ങളിൽ, എല്ലായിടങ്ങളിലും മനുഷ്യർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരക്ഷിതാവസ്ഥ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഭീകരമായ ദുരന്തങ്ങൾ, അക്രമങ്ങൾ, മർദ്ദനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗത്തോടുള്ള അതിക്രമങ്ങൾ, സമാധാനത്തിൻ്റെ സന്ദേശമായി, സമാധാനത്തിൻ്റെ കേന്ദ്രമായി വാഴ്ത്തപ്പെടുന്ന സ്വന്തം വീട്ടിൽ പോലും ചില പെൺകുട്ടികൾക്ക്, ചില പെൺമക്കൾക്ക് രക്ഷയില്ല. ബാപ്പ എന്ന് വിളിച്ച് സമാധാനത്തിന് വേണ്ടി പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് ചായാൻ ഓടിവരുന്ന പെൺകുട്ടി അവിടെ പോലും സുരക്ഷിതയല്ല എന്ന് വന്നാൽ, സ്വന്തം പിതാവിൻ്റെ അവിഹിതമായ ഗർഭം പേറുന്ന മക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായാൽ, സ്വന്തം ആങ്ങളയുടെ അവിഹിതമായ ഗർഭം പേറുന്ന പെണ്ണന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായാൽ, മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വഷളാകുന്ന വിധത്തിൽ പെൺകുട്ടി അരക്ഷിതയായി മാറുന്നു. അധ്യാപകരുടെ വചനങ്ങൾ, അധ്യാപകരുടെ സന്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് പൊന്നാണ്. അത് വേദവാക്യമാണ്. ആ ബന്ധം, ഗുരുശിഷ്യ ബന്ധം, ശരീരത്തിൻ്റെ തൊലിയും മുഴുപ്പും വികാരങ്ങൾ ഇളക്കിവിടുന്ന രീതിയിലേക്കായി മാറുമ്പോൾ സ്വന്തം വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെടുന്നു. അധ്യാപകർ വേട്ടയാടുന്നു. പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്ന ഇരം ആയി മാറുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഡൽഹിയിലെ എല്ലാവരും ചർച്ച ചെയ്തു കഴിഞ്ഞ, എല്ലാവരും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരന്തം, വാഹനങ്ങളിൽ രാത്രികാലങ്ങളിൽ കയറാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് നമ്മുടെ സംവിധാനം തകരാറായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ സമൂഹത്തിൽ, സംഘടനകളിൽ,
നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധം ശക്തമാണ്, വ്യക്തമാണ്, ചൂടും ചുണയുമുള്ളതാണ്. എങ്കിലും സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പലരും പറയും, എന്താ ചെയ്യുക, കൊണ്ടു നടക്കന്നെ, സഹിക്കന്നെ എന്ന്. നേതാക്കന്മാർക്ക് അനുയായികളെക്കുറിച്ച്, അനുയായികൾക്ക് നേതാക്കന്മാരെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. വീട്ടിൽ മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും സംസാരിക്കുമ്പോഴും ഈ അരക്ഷിതാവസ്ഥ പ്രകടമാണ്. മതരംഗത്തേക്ക് കടന്നു വന്നാലും ഈ അരക്ഷിതാവസ്ഥ പ്രകടമാണ്. മതം സമാധാനത്തിൻ്റെ സന്ദേശമാണ്, മതം സന്തോഷത്തിൻ്റെ സന്ദേശമാണ്, മതം സംതൃപ്തിയുടെ സന്ദേശമാണ്. പരലോകവുമായി അതിന് ബന്ധമുണ്ട്, പടച്ചവനുമായി ബന്ധമുണ്ട്, ദൈവിക ഗ്രന്ഥവുമായി ബന്ധമുണ്ട്, വിശുദ്ധ പ്രവാചകന്മാരുമായി ബന്ധമുണ്ട്. എന്നിട്ടും അനുയായികൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ട്. കടകളും കമ്പോളങ്ങളും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട സംവിധാനമാണ്. എന്നാൽ അവിടെ കരിഞ്ചന്തയും പൂത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും ചിലയിടത്തെങ്കിലും അധികാരം വാണുകൊണ്ടിരിക്കുന്നു. അളവിലും തൂക്കത്തിലുമുള്ള കള്ളത്തരങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു ദുരന്തഭീകരമായ സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഒരു പരിഹാരം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഭദ്രമായി നിലനിർത്താൻ ആവശ്യമായ ഊർജവും കഴിവും സാങ്കേതികമായ സംവിധാനങ്ങളുമെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഫലപ്രദമായി ഉപയോഗപ്പെടുന്നുണ്ടോ ഇല്ലേ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് പരിഹാരമെന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനം ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മതം സുരക്ഷയാണ് എന്ന ഒരു ചർച്ച ഇവിടങ്ങളിലെല്ലാം നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബന്ധം, മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ മനസ്സ് വിചാരിച്ചിടത്ത് ശരീരം വഴങ്ങുന്നില്ല. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളും തത്വസിദ്ധാന്തങ്ങളുടെ ആഗ്രഹങ്ങളും തമ്മിൽ നിരന്തരമായ പോരാട്ടമുണ്ടാകുന്നു. മാനസിക രോഗ ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കിയാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഏറ്റവും കൂടുതൽ സമയം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. കൗൺസലിംഗ് കേന്ദ്രങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക്, വിദ്യാർത്ഥിനികൾക്ക്, കുമാരന്മാർക്ക്, ബാലന്മാർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അടിസ്ഥാനപരമായ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ടെൻഷനായി, മൂഡൗട്ടായി, ആകെ ഡെസ്പായി, ബേജാറായി എന്ന് പറയുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സുഖല്ല, മനസ്സിനൊരു സുഖല്ല, ഒരു സ്വസ്ഥതയില്ല. സമ്പന്നതയുടെ കൊടുമുടികളിൽ കഴിയുമ്പോഴും, പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോഴും, ഇടത്തരക്കാരായി വാഴുമ്പോഴും ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം ലഭിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കാൻ സാധിക്കുന്നുണ്ട്, കൂട്ടുകുടുംബങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. എന്നിട്ടും പല ആളുകളും അസ്വസ്ഥരാണ്. മാനസികമായ വിഷമതകൾ, അവശതകൾ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ഭ്രാന്താശുപത്രികൾ മുമ്പെന്നത്തേതിനേക്കാളേറെ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. മന്ദബുദ്ധികളായി ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ എന്താണ് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് മനസ്സിൻ്റെ പ്രയാസങ്ങൾ, അടിസ്ഥാനപരമായ കാരണം എന്താണ് പരിശോധിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, പഴയ കാലങ്ങളിലും മനുഷ്യന് ഇത്രമാത്രം വിദ്യാഭ്യാസമില്ല, ഇത്രമാത്രം വിവരമില്ല, ഇത്രമാത്രം പുരോഗമനം ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും നമ്മുടെ മുതുമുത്തച്ഛന്മാരും മുതുമുത്തശ്ശികളുമൊക്കെ അത്യാവശ്യം സ്വസ്ഥമായ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്.
എന്താണ് കാരണം? അവർക്ക് ചെറിയ ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കീശയുമായി ഒത്തുചേരുന്നവയാണ്. അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ മേശയിലെ പണവുമായി ഒത്തുചേരുന്നവയാണ്. അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ വരുമാനവുമായി ഒത്തുപോകുന്നവയാണ്. ഇന്ന് അങ്ങനെയല്ല പലപ്പോഴും. അതുകൊണ്ട് സ്വസ്ഥത നശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിക ഹലൂആ, മനുഷ്യൻ അസ്വസ്ഥനായിട്ടാണ് പടക്കപ്പെട്ടത്. മനുഷ്യൻ അസ്വസ്ഥനായിട്ടാണ് പടക്കപ്പെട്ടത്. ഇദാ മസ്സഹു ശർറു ജസൂആ, എന്തൊരു തിന്മ അവനെ ബാധിച്ചാലും അവൻ അതീവ ദുഃഖിതനായി മാറുന്നു. വഇദാ മസ്സഹുൽ ഖൈറു മനൂആ, എന്തൊരു നന്മ അവന് കിട്ടിയാലും ആർക്കും കൊടുക്കാതെ ആരെയും അറിയിക്കാതെ അവൻ തടഞ്ഞു വെക്കുന്നു. രണ്ട് വ്യത്യസ്തമായ സ്വഭാവ രീതിയെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്. തിന്മ, മോശം, ദോഷം, തകർച്ച, തളർച്ച എന്തുണ്ടായാലും അത് ലോകത്തെ മുഴുവൻ അറിയിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നു. ചെറിയൊരു ലാഭം, ചെറിയൊരു നേട്ടം, ചെറിയൊരു ഉപകാരം കിട്ടിയാൽ അത് ആരെയും അറിയിക്കാതെ ആർക്കും കാണിച്ചു കൊടുക്കാതെ സ്വന്തമാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ പടച്ചവൻ അതാരുടെ സ്വഭാവമാണ്, എന്തുകൊണ്ടങ്ങനെ സ്വഭാവം ഉണ്ടാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇല്ലൽ മുസല്ലീൻ, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർ അങ്ങനെയല്ല. അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, നിസ്കാരം നമസ്കാരം പതിവായി നിർവഹിക്കുന്നവർ. അപ്പോൾ യഥാർത്ഥമായ നിസ്കാരം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായി സൃഷ്ടി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. ആ ലോകത്തിൻ്റെ ചുറ്റുപാടിൻ്റെ മുഴുവൻ കെട്ടുബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അല്പനേരത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണം, ദുനിയാവിൻ്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം മാറ്റിവെച്ച് പടച്ചവനോട് അടുക്കുന്നു. സാഷ്ടാംഗ പ്രണാമത്തിലൂടെ, സുജൂദിലൂടെ, റുക്കൂയിലൂടെ, നൃത്തത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ ആ നിസ്കാരം ശരിയായ രൂപത്തിലാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ ഈ സ്വഭാവ പ്രശ്നം ഉണ്ടാവുകയില്ല. ഇലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സമ്പത്തിൽ കൃത്യമായി ഓഹരിയുണ്ട്, നിശ്ചിതമായ ഓഹരിയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അധ്വാനിച്ച് വിയർപ്പൊഴുക്കി സമ്പാദിച്ചത്, മൂലധനം ഇറക്കി സമ്പാദിച്ചത്, പാടത്ത് പണിയെടുത്തത്, പറമ്പിൽ കളച്ചത്, പണിശാലകളിൽ അധ്വാനിച്ച് സമ്പാദിച്ചത്, അത് മുഴുവൻ അവനവൻ്റെതല്ല. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ മുതലാളിയായ, യഥാർത്ഥ മുതൽ മുടക്കിൻ്റെ ഉടമസ്ഥനായ പടച്ചവൻ്റെ സമ്പത്താണിതെല്ലാം. അതുകൊണ്ട് വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന പട്ടിണിപ്പാവങ്ങൾക്ക്, വേദനിക്കുന്നവർക്ക് ഈ സമ്പത്തിലൊരു നിശ്ചിതമായ ഓഹരിയുണ്ട് എന്ന സ്വന്തമായ തോന്നൽ പടച്ചവൻ പഠിപ്പിച്ചു, അത് ഏറ്റെടുത്തു. ഈ സമ്പത്ത് മുഴുവൻ എൻ്റേതല്ല, അത് പാവങ്ങൾക്ക് യഥാർത്ഥമായ രീതിയിൽ എത്തിക്കണം, അത് നിശ്ചിത ഓഹരിയാണ്, അവനവൻ്റെ ഔദാര്യമല്ല എന്ന അറിവ്, എന്ന ബോധം, എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഈ സ്വഭാവ പ്രശ്നം നമ്മളെ ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം, ആർക്കാണ്? ലിസ്സായിലി വൽ മഹ്റൂം, ചോദിക്കുന്നവർക്കും ചോദിക്കാത്ത ആളുകൾക്കും വിഷമിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, മാന്യമായി ജീവിക്കുന്ന ആളുകൾക്കും ഒരു ഓഹരിയുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, ഖിയാമത്ത് നാളിനെ, അന്ത്യനാളിനെ സത്യപ്പെടുത്തുന്ന ആളുകൾ. മനുഷ്യൻ്റെ കർമ്മധർമ്മങ്ങൾക്ക് യഥാർത്ഥമായ പ്രതിഫലം ഇവിടെ ലഭിക്കുകയില്ല. ഒരു പരലോകമുണ്ട്, ആ പരലോകത്ത് വിചാരണയുണ്ട്, തുലാസുണ്ട്. ഇവിടെ ചെയ്ത കർമ്മധർമ്മങ്ങൾ, പറഞ്ഞ വാക്കുകൾ, ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ, അതിന് യഥാർത്ഥമായൊരു പരലോകത്തെ വിചാരണ നേരിടാനുണ്ട്, അതിന് രക്ഷാശിക്ഷയുണ്ട് എന്ന ബോധം, എന്ന ബോധ്യം ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ഈ സ്വഭാവ പ്രശ്നം അലട്ടുകയില്ല. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായ വിശ്വാസവും കർമ്മവും യഥാർത്ഥമായ രീതിയിൽ
മനുഷ്യൻ്റെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ അസ്വസ്ഥത ഇല്ലാതാകും. നല്ലത് കിട്ടുമ്പോൾ, ഉപകാരം കിട്ടുമ്പോൾ, സമ്പത്ത് കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണമെന്ന ബോധമുണ്ടാകും എന്നാണ്. ഈ ഒരു രീതിയിലേക്കാണ് ഇസ്ലാം നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്നത്. കർമ്മങ്ങൾ തൊലിപ്പുറത്താകുമ്പോൾ, ആശയം വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ, വിശ്വാസം മോടിയിലും രൂപത്തിലും ഭാവത്തിലും മാത്രം ഒതുങ്ങുമ്പോൾ ഈ പ്രതിഫലനം ഉണ്ടാവുകയില്ല, ഈ മാറ്റം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആഴമേറിയ വിശ്വാസത്തിലേക്ക്, യഥാർത്ഥമായ കർമ്മത്തിലേക്ക്, മനസ്സും ശരീരവും കൂടെ പോകുന്ന ധർമ്മത്തിലേക്ക് നമ്മളെയും മറ്റുള്ളവരെയും തെളിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നോക്കുക, മനുഷ്യ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ ലോകരാജ്യങ്ങളെ വരെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അറബ് നാടുകളിൽ, അനറബ് നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ, അമേരിക്കൻ നാടുകളിൽ, എല്ലാ നാടുകളിലും പ്രശ്നങ്ങൾ ഉണ്ട്, സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. പലിശയാണ് അടിസ്ഥാനപരമായ കാരണം. പലിശ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ സഹായമാണ്. ആളുകൾക്ക് ചോദിക്കുമ്പോൾ ലോണ് കിട്ടുന്നു, വീടെടുക്കാൻ പറ്റുന്നു, വാഹനങ്ങൾ നിരത്തിലിറക്കാൻ പറ്റുന്നു, കടമെടുക്കാൻ പറ്റുന്നു, കടങ്ങൾ വീട്ടാൻ പറ്റുന്നു എന്നൊക്കെയുള്ള തോന്നലാണ്. പക്ഷേ ലോകത്തെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാം പലിശയുടെ കെടുതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ലോകം ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ലോകത്തെ 400-ലധികം ലീഡിംഗ് ബാങ്കുകൾ പുതിയൊരു കൗണ്ടർ തുറന്നു കഴിഞ്ഞു. ആ കൗണ്ടറിൻ്റെ പേര് ഇസ്ലാമിക് കൗണ്ടർ എന്നാണ്. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ബൗദ്ധനോ ജൈനനോ ജൂതനോ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ ആരാണ് ബാങ്ക് നടത്തുന്നതെങ്കിലും പലിശയില്ലാത്ത കൗണ്ടറിൻ്റെ പേര്, ശാഖയുടെ പേര്, ബ്രാഞ്ചിൻ്റെ പേര് ഇസ്ലാമിക് കൗണ്ടർ എന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത്, പേരിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കണ്ട എന്ന്. എന്താ കാരണം? പേര് അങ്ങനെയാണ് വരുന്നത്. പലിശയില്ലാത്ത സംവിധാനത്തിൻ്റെ പേര് ഇസ്ലാം എന്നാണ്. ഇസ്ലാം പലിശയെ സമ്പൂർണമായി തുടച്ചു നീക്കുവാൻ ആഗ്രഹിക്കുന്നു. സൂറത്തുൽ ബഖറ 275 മുതൽ 280 വരെയുള്ള ആയത്തുകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. പലിശയുമായി യാതൊരു ബന്ധവും നമുക്ക് വേണ്ട. പടച്ചവനെ ഏൽപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു, അതൊഴിവാക്കണം. ഫലക്കും റൂസു അംവാലിക്കും, നിങ്ങൾക്ക് ക്യാപിറ്റൽ മാത്രം എടുക്കാം. നിലവിലുള്ള ബാക്കിയുള്ള എല്ലാ പലിശയും നിങ്ങൾ ഒഴിവാക്കണം. കോടിക്കണക്കിന് ഉറുപ്പിക പലിശ ഇനത്തിൽ കിട്ടാനുണ്ടായിരുന്ന അറബ് ലോകം, സഹാബിമാർ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകയായ പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ പലിശയെ പറ്റിയുള്ള നിയമങ്ങൾ ഇറക്കിക്കൊണ്ടേയിരുന്നു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ പലിശ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ഞെരിച്ചമർത്തുകയാണ്. ആദ്യമായി ഞാൻ ക്യാൻസൽ ചെയ്യുന്ന പലിശ എൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെതാണ്. സ്വന്തക്കാരുടെ പലിശക്കടം, പലിശ ഇനത്തിൽ കിട്ടാനുള്ള പണം എങ്ങനെയെങ്കിലും മുമ്പ് തന്നെ വാങ്ങിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തക്കാരോട് പോലും പറയാതെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വലിയ മാതൃകയാണ്. ലോകത്തൊരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തൊരുപാട് വിപ്ലവങ്ങൾ നമുക്ക് പരിചയമുണ്ട്. ആ പരിചയമുള്ള വിപ്ലവങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക രംഗത്ത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച വിപ്ലവം അവനവൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് പോലും ഒരു തരി ഉപകാരമില്ലാത്തതാണ്. പക്ഷേ പാവങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ പലിശക്കെതിരെയുള്ള സമരം, ആ സമരമാണ് ഇനിയും നമുക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടത്. ലോകത്ത് സാമ്പത്തികമായി ചിന്തിക്കുന്ന ബുദ്ധിയും വിവേകവും തൻ്റെ ഇടമുള്ള വലിയ വലിയ വിചക്ഷണന്മാർ പലിശയില്ലാത്തൊരു ലോകക്രമത്തെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയിലും അതിൻ്റെ ചില ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നടപ്പാകുമോ ഇല്ലേ എന്ന ഒരു ആശങ്ക നിലവിലുണ്ട് എന്ന് മാത്രം. അപ്പോൾ പലിശ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ദുസ്വാധീനം പ്രകടമാണ്. കുടുംബജീവിതം തകരാറിലാകുന്നു, സാമ്പത്തിക ക്രമം തകരാറിലാകുന്നു, കച്ചവട വ്യാപാര വ്യവസായ ബന്ധങ്ങളിൽ പലിശ കടക്കെണിയുടെ രൂപത്തിൽ കടന്നു വരുന്നു. ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. കടം വീട്ടാനാവാതെ ഒരുപാട് കുടുംബങ്ങൾ നാടുകളിൽ നിന്ന് വേറെ നാടുകളിൽ പോയി മാറി താമസിച്ചു. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെ അരക്ഷിതാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ കാരണമാണ് സഹോദരങ്ങളെ സ്ത്രീധനം. വളരെ സമാധാനപരമായി സന്തോഷപ്രദമായി നടന്നു പോകേണ്ട കഴിഞ്ഞുകൂടേണ്ട കുടുംബ സംവിധാനം മക്കൾ ജനിക്കുമ്പോൾ ഗർഭമുണ്ടാകുമ്പോൾ എന്തെന്ത് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആണ്, എന്തെന്ത് സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും അല്ലേ? പക്ഷേ ആ കുട്ടി വളർന്നു വലുതാകുമ്പോൾ 15, 16, 17, 18 വയസ്സാകുമ്പോഴേക്ക് ജീവിതത്തിൻ്റെ താളം മാറി. ജീവിതത്തിൻ്റെ താളം മാറി. ആ പെൺകുട്ടി സമൂഹത്തിന് ഭാരമായി, കുടുംബത്തിന് ഭാരമായി. എങ്ങനെ അവളെ കെട്ടിക്കുമെന്ന ചർച്ചാ വിഷയം വന്നു. ലക്ഷങ്ങളും കോടികളും ചെലവുണ്ടെന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ ആ കുടുംബജീവിതം, മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ആ കുടുംബജീവിതം ഈ ഒരു ചർച്ചയിൽ കുരുങ്ങിക്കിടന്നു. ഇത് ആരുണ്ടാക്കിയതാണ് സഹോദരങ്ങളെ? ഞാനും നിങ്ങളുമാണോ ഇതിൻ്റെ പിന്നിൽ? നമ്മുടെ മാതാപിതാക്കളാണോ? മതങ്ങളാണോ? എല്ലാ മതങ്ങളും പെൺകുട്ടിയെ പവിത്രമായി ബഹുമാനമായി സ്നേഹിക്കുവാൻ ആദരിക്കുവാനാണ് പഠിപ്പിച്ചത്. അല്ലാഹു ഖുർആനിൽ 6 സ്ഥലത്ത് പെൺകുട്ടിക്ക് അങ്ങോട്ട് മഹർ നൽകണം എന്ന് പഠിപ്പിച്ചു. അങ്ങോട്ട് മഹർ നൽകണമെന്ന് പഠിപ്പിച്ചു. അത്തുനിസാ സദഖാതിഹിന്ന നിഹല, സ്വതന്ത്ര ദാനമായി മഹർ അങ്ങോട്ട് നൽകണം. അതിന് പകരം പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന പുരുഷന്മാർ കടന്നു വന്നു. അതാണ് കുടുംബജീവിതം തകരാറാക്കിയത്, കടക്കെണിയിൽ കുടുക്കിയത്. കിടപ്പാടം വിറ്റിട്ടോ പണയം വെച്ചിട്ടോ വാടക വീട്ടിലേക്ക് താമസം മാറുന്നു. 1 or 2 പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോഴേക്ക്. ജനങ്ങളെ, ഈ ദുരന്തഭീകരമായ സാഹചര്യം നമുക്കൊന്ന് മാറ്റണ്ടേ? തീർച്ചയായും മാറ്റണം. സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം. പ്രസവം നടക്കുമ്പോൾ ഉള്ള സന്തോഷം മരണം വരെയും നിലനിൽക്കണം. കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപോലെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ത്രീധനമില്ലാത്ത ഒരു കുടുംബ സംസ്കാരം, ഒരു വൈവാഹിക സംസ്കാരം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരേണ്ടതുണ്ട്. അല്ലാഹു ഖുർആനിൽ സൂറത്ത് നിസായിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ തമ്മിൽ അന്യായമായി പണം തിന്നരുത്. ഗവൺമെൻറ് നിരോധിച്ചതാണ് സ്ത്രീധനം, മതങ്ങൾ നിരോധിച്ചതാണ് സ്ത്രീധനം, മനുഷ്യൻ്റെ സംസ്കാരം നിരോധിക്കുന്നതാണ് സ്ത്രീധനം. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് മാത്രമാണ് സ്ത്രീധനം നിലവിലുള്ളത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവിടങ്ങളിലൊന്നും ഈ സ്ത്രീധനം നിലവിലില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇത് നമ്മളാണ് മാറ്റേണ്ടത്. ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലെ ഒരു വരന് ഈ പെൺകുട്ടിയുടെ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന ലളിത മനോഹരമായ ചടങ്ങ്. ഒരു മൊട്ടുസൂചി എടുക്കാൻ JCB ആവശ്യമില്ല. മൊട്ടുസൂചി എടുക്കുവാൻ 2 വിരൽ മാത്രമേ ആവശ്യമുള്ളൂ. അതിനാണ് വിയർത്ത് കുളിച്ച് മാസങ്ങളോളം അധ്വാനിച്ച് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. മാറ്റമുണ്ടാകണം. എങ്കിൽ നമ്മുടെ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാകും. ഇതാ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. എന്താണ് കാരണം? പുരുഷന്മാരാണ്, യുവാക്കളാണ്, മധ്യവയസ്കരാണ്, വൃദ്ധന്മാരാണ്. അവർക്ക് പെങ്ങന്മാരില്ലേ? അവർക്ക് പെൺമക്കളില്ലേ? അവരുടെ വീടുകളിൽ സ്ത്രീകളില്ലേ? ഉണ്ട്. അവർക്ക് സുരക്ഷിതത്വം ആഗ്രഹമില്ലേ? ഉണ്ട്. അവരെ ആരെങ്കിലും അതിക്രമിക്കാൻ വന്നാൽ, ഒന്ന് തറപ്പിച്ചൊന്ന് നോക്കാൻ വന്നാൽ, അനുചിതമായി ഒന്ന് തൊടാൻ വന്നാൽ ഈ ആളുകൾ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അന്യ സ്ത്രീകളുമായി, അന്യ പെൺകുട്ടികളുമായി അതിക്രമത്തിന് മുതിരുവാൻ ഇവർ പ്രേരിതരാകുന്നത്?
എവിടെയാണ് തകരാറ്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? സാംസ്കാരിക പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ കുറവാണോ? വർത്തമാന പത്രങ്ങൾ വായിക്കുന്നതിൻ്റെ കുറവാണോ? അല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് നമ്മളോട് പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്താണ്. വയഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഫ്ഫി സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അവൻ അറിയുന്നു, മനസ്സിൽ മറച്ചു വെച്ചതും അവൻ അറിയുന്നു. നഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണെന്ന് നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യൻ്റെ ജീവനാഡിയേക്കാളേറെ നാം മനുഷ്യനോട് അടുത്തവനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കാണാതെ കേൾക്കാതെ അറിയാതെ ഒരു കാര്യവും നടപ്പില്ല. ഇതാ പരലോകമുണ്ട്, മനുഷ്യൻ്റെ കർമ്മധർമ്മങ്ങൾക്ക് ശരിയായ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന പരലോകമുണ്ട്. അവിടെ നരകമുണ്ട്, അവിടെ വിചാരണയുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ നീതി പാലിക്കണം, മര്യാദ പാലിക്കണം, പെണ്ണുങ്ങൾക്ക് പരിഗണന കൊടുക്കണം, പെൺമക്കൾക്ക് ബഹുമാനം നൽകണം. അവരുടെ ജീവൻ പരിശുദ്ധമാണ്, അവരുടെ രക്തം പരിശുദ്ധമാണ്, അവരുടെ സമ്പത്ത് പരിശുദ്ധമാണ്, അവരുടെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് ചോദിക്കും, സ്വന്തം മക്കൾ വളർന്നു വന്നാൽ മര്യാദയോടെ കെട്ടിച്ചയക്കാൻ പറ്റുമോ ഇല്ലേ എന്ന ആശങ്ക കാരണം സ്വന്തം മക്കളെ കുഴിച്ചു മൂടിയിരുന്ന ചില പിതാക്കൾ അറബ് നാടുകളിൽ, ചില കുടുംബങ്ങളിൽ, ചില ഗോത്രങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ ഏർപ്പാട് പരിശുദ്ധ ഖുർആനിലെ ശക്തമായ വാചകം മുഖേന നിർത്തി. വൈദൽ മഊദതു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടുന്ന രംഗം വരാൻ പോകുന്നു. ബി അയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് അവൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടത്? ആ നാട്ടിൽ ആ സംവിധാനം തന്നെ ഇല്ലാതായി. കാരണം പരലോകമാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ യഥാർത്ഥമായ പരലോക വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, ഊട്ടിയുറപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഏകദൈവ വിശ്വാസത്തിലൂടെ, പരലോക ബോധത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സ് തീർച്ചയായും മാറും. നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് വീണ് കിടക്കുന്നു, എടുക്കാൻ തുനിയുമ്പോഴാണ് മറ്റൊരാളത് കാണുന്നത് എങ്കിൽ എടുക്കുകയില്ല. ആരും അറിയാതെ പാതിരാവിൽ തെറ്റ് ചെയ്യാൻ സന്ദർഭമുണ്ടാകുമ്പോൾ അവിടെ ഇതാ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നോക്കുന്നു എന്ന ബോധം നമുക്കിടയിൽ മാറ്റത്തിൻ്റെ വെളിച്ചം വീശുക തന്നെ ചെയ്യും. രണ്ടാമതായി നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ വേഷവിധാനം കൂടിയാണോ അല്ലേ പരിശോധിക്കുക. അന്യരെ ആകർഷിക്കുന്ന വേഷം, അന്യരെ ആകർഷിക്കുന്ന സുഗന്ധം ഉണ്ടോ ഇല്ലേ? ഡൽഹി സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് അയച്ചു കിട്ടിയിട്ടുള്ള കാർട്ടൂണുകളും സന്ദേശങ്ങളും വായിച്ചു നോക്കുക. സ്ത്രീകളോട്, പെൺകുട്ടികളോട് നമ്മുടെ സർക്കാർ പറയുന്നു, നിന്റെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗം അന്യൊരു പുരുഷന് കാണാം, ഏതൊക്കെ ഭാഗം അന്യൊരു പുരുഷന് തൊടാം എന്നതിനെ പറ്റിയുള്ള ബോധം ഓരോ പെൺകുട്ടിക്കും ഉണ്ടായിരിക്കണം, രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണമെന്നാണ്. ഇത് ഇസ്ലാമിൻ്റെ സന്ദേശമാണ്, ഇത് മതത്തിൻ്റെ സന്ദേശമാണ്. ഇസ്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചു. ഒന്നാമതായി, മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ സമ്മതം ചോദിക്കണം. സൂറത്തുൻ നൂർ 27 മുതൽ 33 വരെയുള്ള വചനങ്ങൾ, സൂറത്ത് അഹ്സാബ് 32, 33, 34 വചനങ്ങൾ നോക്കുക. സമ്മതം വാങ്ങണം. വാതിലിന് 2 പൊളിയുണ്ടെങ്കിൽ ആ 2 പാളിയുടെ നടുവിൽ നിന്നുകൊണ്ട് വാതിൽക്കൽ മുട്ടരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അന്യരുടെ രഹസ്യങ്ങളിലേക്ക് ഒരിക്കൽ പോലും കണ്ണ് പാളരുത് എന്നർത്ഥം. സത്യവിശ്വാസികളായ പുരുഷന്മാരെ കണ്ണുകൾ താഴ്ത്തണം, സദാചാരം പാലിക്കണം. മൂന്നാമതായി, സ്ത്രീകളോട് പടച്ചോൻ പറഞ്ഞു കണ്ണുകൾ താഴ്ത്തണം, സദാചാരം പാലിക്കണം. നാലാമതായി സ്ത്രീകളോട് പറഞ്ഞു വല്യദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടണം. സൗന്ദര്യം കരുതിക്കൂട്ടി പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണുകളെ വിഷമവൃത്തത്തിലാക്കാൻ ഒരിക്കലും സ്ത്രീകൾ മെനക്കെടരുത്. അഞ്ചാമതായി പടച്ചവൻ നമ്മളെ ഓർമ്മിപ്പിച്ചു സമൂഹത്തോട്, വാൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളുടെ സമൂഹത്തിലെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾ കല്യാണം ഉണ്ടാക്കണം. അവിവാഹിതരായ ആളുകൾക്ക് കല്യാണം ഉണ്ടാക്കണം. അടിമ സ്ത്രീ പുരുഷന്മാർക്ക് കല്യാണം ഉണ്ടാക്കണം. വിവാഹമാണ്
വിവാഹമാണ് ലൈംഗികമായ അരാജകത്വത്തിൻ്റെ ഒരു പരിഹാരം. ബലാത്സംഗത്തിന് പരിഹാരം, സ്വയംഭോഗത്തിന് പരിഹാരം, സ്വവർഗഭോഗത്തിന് പരിഹാരം. മറ്റുള്ളവരെ അതിക്രമിക്കാതിരിക്കാൻ സിനിമയിലേക്ക് അതുപോലുള്ള സീരിയലുകളിലേക്ക് ആളുകൾ കൂപ്പുകുത്താതിരിക്കാനുള്ള മാർഗം വിവാഹം വിശുദ്ധം, വ്യഭിചാരം നിഷിദ്ധം എന്ന മഹത്തായ സന്ദേശം പ്രകടിപ്പിക്കുകയാണ്, പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിവാഹമുണ്ടാക്കണം. ആറാമതായി പടച്ചവൻ നമ്മളെ പഠിപ്പിച്ചു, വിവാഹം കഴിക്കാൻ ഉള്ള സാമ്പത്തികമോ മറ്റോ ആയ ശേഷി എത്തിയിട്ടില്ലാത്തവർ മര്യാദയും മാന്യതയും പാലിക്കണം. മുഹമ്മദ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കണം, അത് നിങ്ങളുടെ കണ്ണിന് മൂടിയായിരിക്കും. വിവാഹം കഴിക്കണം, അത് നിങ്ങളുടെ സദാചാരം നിലനിർത്തുവാൻ കാരണമാകും. വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നോമ്പെടുക്കണം കുറച്ചു കാലം, അത് നിങ്ങളുടെ കണ്ണിന് മൂടിയായിരിക്കും. ആറാമതായി സ്ത്രീജനങ്ങളോട് പടച്ചവൻ പറഞ്ഞു, ഫലാ തഖ്ളഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. ഒന്ന് സംസാരിച്ചാൽ ഇവൾ വീണുപോകും എന്ന തോന്നൽ വേറെ ഒരു പുരുഷനുണ്ടായിത്തീരരുത്. ഏഴാമതായി പടച്ചവൻ പഠിപ്പിച്ചു, വഖർന ഫീ ബുയൂത്തികുന്ന, വീടുകളിൽ അടങ്ങിയൊതുങ്ങിയാണ് ഇരിക്കേണ്ടത്. വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, അഴിഞ്ഞാടി പുറത്തിറങ്ങി നടക്കരുത്. മര്യാദയോടെ, മാന്യതയോടെ, സംസ്കാരത്തോടെ വേണം പുറത്തിറങ്ങാൻ. ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാം. പള്ളിയിൽ 5 നേരവും പോകാം, സ്കൂളിലും കോളേജിലും പോകാം, ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും പോകാം, കുടുംബ വീടുകളിൽ പോകാം, രോഗസന്ദർശനത്തിന് പോകാം. പക്ഷേ അഴിഞ്ഞാടരുത്. വേഷത്തിലും സംസ്കാരത്തിലും മാറ്റം വരണം. എന്നിട്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം, സകാത്ത് കൊടുക്കുക, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, വീടുകളിൽ ഓതപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ പഠിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പടച്ചവൻ നൽകുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് സ്വയം സുരക്ഷ ലഭിക്കാൻ ആവശ്യമായ കുറേ നിയമങ്ങളും നിർദ്ദേശങ്ങളും, മാത്രമല്ല പ്രായപൂർത്തിയായാൽ നിർബന്ധമായും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പഠിപ്പിച്ചു. ഒരന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകരുത്. കൂട്ടുകാരൻ്റെ കൂടെ സിനിമ കാണാൻ പോവുക എന്നതല്ല പെൺകുട്ടിയുടെ ധർമ്മം. വൈകുന്നേരമായാൽ വാതിലടക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കിടക്കാൻ നേരത്ത് വിളക്ക് കെടുത്തണം പഠിപ്പിച്ചു. എത്രയെത്ര നിർദ്ദേശങ്ങളാണ് അല്ലേ? ഒരു സ്ത്രീ സ്വന്തമായ ഭർത്താവോ ആങ്ങളെയോ മകനോ പിതാവോ ഇല്ലാതെ, ഒരു മഹ്റം ഇല്ലാതെ ദൂരേക്ക് യാത്ര ചെയ്യരുത്. നോക്കൂ, സ്ത്രീയുടെ പരിശുദ്ധി കാക്കാൻ ഏത് തരം സാഹചര്യമായാലും അവൾക്ക് കൂട്ടായി കുടുംബക്കാരുണ്ടാകണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇത്തരം സന്ദേശങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുവാൻ കാരണമാകും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ സദാചാരത്തിൻ്റെ സന്ദേശം പാലിക്കപ്പെടണം. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ എന്നിങ്ങനെയുള്ള കുടുംബ സംവിധാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നതിന് പകരം ശ്രദ്ധ പുറത്തേക്ക് പോകുവാൻ കാരണമായിട്ടുള്ള കാര്യമെന്ത് എന്ന് ചിന്തിക്കുക. അന്യ സ്ത്രീ പുരുഷന്മാർ എങ്ങനെയൊക്കെ രമിക്കാം, എങ്ങനെയൊക്കെ സുഖിക്കാം എന്ന് പഠിപ്പിക്കുന്ന സിനിമകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് മാതാപിതാക്കളിലേക്ക് മടങ്ങാനാണോ? ഭാര്യയിലേക്കും ഭർത്താവിലേക്കും മടങ്ങാനാണോ? മക്കളിലേക്ക് മടങ്ങാനാണോ പ്രേരണ നൽകുന്നത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂം 21-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് മടങ്ങാൻ എന്നാണ്. ഹജ്ജ് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് മടങ്ങണമെന്ന് പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, യാത്ര കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങണമെന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് മടങ്ങുക. അപ്പോൾ മക്കളെല്ലാം വീട്ടിലുണ്ടാകും, ഭാര്യാഭർത്താക്കന്മാർ വീട്ടിലുണ്ടാകും, മാതാപിതാക്കൾ വീട്ടിലുണ്ടാകും. അപ്പോൾ വീട് സുരക്ഷിതമാകും. അപ്പോൾ പുറത്ത് വേറെ ആരുമില്ല. ആവശ്യത്തിന് പുറത്തേക്ക് പോയാൽ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് മടങ്ങണം. ശിക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ആഗ്രഹമാണ് അല്ലാഹുമ്മ ബഅദ് ബൈന അസ്ഫാരിനാ, അല്ലാഹുവേ ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ അകലമുണ്ടാക്കണേ എന്ന പ്രാർത്ഥന. അത് തെറ്റായ സന്ദേശമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ അനാവശ്യമായ യാത്രകൾ നിരുത്സാഹപ്പെടുത്തി. ബുല്ലു വറഹാമക്കും വലോ ബിസ്സലാം, ഒന്ന് സലാം പറഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഈർപ്പമുള്ളതാക്കണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കുടുംബങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പം എന്ന സന്ദേശം നമുക്ക് സ്വീകരിക്കാം. ഇനി നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കടകളിൽ, കമ്പോളങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ എങ്ങനെ നേരിടണം? രോഗമുണ്ട്, സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ നാം പരീക്ഷിക്കും. ജീവനാശം കൊണ്ട്, ധനനാശം കൊണ്ട്, സാമ്പത്തിക നഷ്ടം കൊണ്ട്, ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരങ്ങളെ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. സംഘടനാ രംഗത്ത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സംഘടനാ രംഗത്ത് പലതരം പ്രയാസങ്ങളും ഉണ്ടാകുന്നു, വിഷമങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആയിരക്കണം, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യണം എന്ന് പറഞ്ഞ നമ്മളെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരായി, ജിന്നിനോട് ഇസ്തിഗാസ ചെയ്യുന്നവരായി, ജിന്നിനോട് തേടാമെന്ന് വിചാരിക്കുന്നവരാണ്, വാദിക്കുന്നവരാണ് എന്നൊക്കെ. നമ്മൾ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ് നിൽക്കുന്നത്. 1950കളിൽ അൽമനാറിൽ KM മൗലവി മെമ്പർഷിപ്പിൻ്റെ നിബന്ധനയായി, മെമ്പർഷിപ്പിൻ്റെ പ്രതിജ്ഞയായി എഴുതിയത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാമെന്നും ദീനിനെതിരല്ലാത്ത കാര്യങ്ങൾ നേതാവ് പറയുമ്പോൾ അനുസരിക്കാമെന്നും ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. നമ്മളവിടെയാണ് നിൽക്കുന്നത്. ഇബാദല്ലാഹീനുനി എന്ന ദുർബലമായ ഹദീസ് നമ്മൾ ചർച്ചക്കെടുത്തതല്ല. പിന്നെയോ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തെളിവായി ഈ ഹദീസ് പണ്ഡിത പുരോഹിതന്മാരെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, 1971 ആഗസ്റ്റിൽ ഉമർ മൗലവി പറഞ്ഞു, ദുർബലമാണ്, തെളിവിന് പറ്റുകയില്ല, തർക്കത്തിലിരിക്കുന്ന ശിർക്ക് ഇതിലില്ല. 80-ൽ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു, 91-ൽ പറഞ്ഞു, 2004-ൽ മണ്ണാർക്കാട് സംവാദത്തിൽ പറഞ്ഞു. അത് തന്നെയാണ് 2012 വരെ പറഞ്ഞത്. 2012 വരെ നമുക്കൊരൊറ്റ തൗഹീദേ ഉള്ളൂ. തൗഹീദ് ശിർക്കാവുകയില്ല, ശിർക്ക് തൗഹീദാവുകയില്ല. മാത്രമല്ല ഇത് ഒരാരോപണമാണ് എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ പറയുന്നു. ജിന്ന് പിശാച് റുഖിയ ശറയ്യ എന്ന പുസ്തകത്തിൻ്റെ 19ാമത്തെ പേജിൽ പറയുന്നു, മുജാഹിദുകൾ ജിന്നിനോട് തേടാമെന്ന് വാദിക്കുന്നവരാണ് എന്നത് ആരോപണമാണ്, കെട്ടുകഥയാണ്, കള്ളത്തരമാണ് എന്ന്. അതുപോലെ അമാനി മൗലവിയുടെ പുസ്തകം KNM പ്രസിദ്ധീകരിച്ചതിൽ പറയുന്നു, സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം, ഇത് ഭയങ്കരമായ അപവാദമാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ KNMൻ്റെ കൂടെയാണ്, നമ്മൾ ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, ഇസ്തിഗാസ ചെയ്യുന്നത്, ദുആയിരക്കുന്നത് എന്നതാണ് വസ്തുത. അതിനാൽ എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സ് പതറേണ്ടതില്ല. എല്ലാം നന്മക്കാണ്, എല്ലാം നല്ലതിനാണ്. നമ്മൾ ഉഷാറാകണം, ഉണരണം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ധാരാളമായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും പങ്കെടുക്കണം. അതുകൊണ്ട് ശിർക്കിൻ കാൽച്ചങ്ങല ചിരിക്കും യുഗത്തിൻ്റെ തെരിപ്പിൽ തൗഹീദിൻ്റെ ദണ്ടടിച്ചാഴ്ത്താൻ സഹോദരങ്ങളെ മുന്നോട്ട് പോവുക, കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുക. രാജ്യത്ത് ഏതൊരു പെൺകുട്ടിയായാലും അവൾ നമ്മുടെ മുമ്പിൽ സുരക്ഷിതയാണ്, നമ്മളുണ്ടോ അവൾ സുരക്ഷിതയാണെന്ന ബോധ്യവും ഉണ്ടാക്കണം. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹമുണ്ടാക്കണം, സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ സംഘടിപ്പിക്കണം. ഓർമ്മിപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മതം സുരക്ഷയാണ് എന്ന ഈ പ്രമേയം നമ്മൾ നെഞ്ചിലേറ്റി പോകണം. മലപ്പുറത്ത് നടക്കുന്ന പ്രോഫ്കോണിലേക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളും പങ്കെടുക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തകരാകണം, അതിൻ്റെ ഭാരവാഹികളാകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകുമാറാകണേ. എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ പടച്ചവനെ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണേ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹുവേ ഉൾപ്പെടുത്തുമാറാകണേ. രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരിലും നന്മയുടെ വാചകങ്ങൾ കേൾക്കാൻ, നല്ല പ്രവർത്തനങ്ങൾ നൽകുവാൻ അല്ലാഹുവേ സഹായവും തൗഫീഖും നൽകുമാറാകണേ. ദീനിൻ്റെ മാർഗത്തിൽ സമയവും സമ്പത്തും ചെലവഴിക്കുവാൻ പടച്ചവനെ തൗഫീഖ് നൽകുമാറാകണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റോഡിലും പരിസരങ്ങളിലും നിൽക്കുന്ന എല്ലാവരും സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കുത്തുപറമ്പ് മൂരിയാടെ നമ്മുടെ കുട്ടിയസൻ മാഷാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതുകൊണ്ടാണ്. എത്തിയ പോലെ കരുതണമെന്ന് ഒരു സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകിയ പരീക്ഷണത്തിൻ്റെതായ ജീവിതം, നന്മയായാലും തിന്മയായാലും, അതുപോലെ സുഖവും ദുഃഖവും, ദാരിദ്ര്യവും സമ്പന്നതയും, ജനനവും മരണവും എല്ലാം പരീക്ഷണമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികൾ ഇതിനേക്കാളേറെ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്കും കടന്നു കയറാമെന്ന് നിങ്ങൾ വിചാരിച്ചു? വലമായി എത്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് സംഭവിച്ച പോലെയൊന്നും സംഭവിക്കാതെ, മസ്സതുഹുമുൽ ബഅ്സാഉ വല്ലറാഉ, ദുരിതങ്ങളും വിഷമതകളും വിപത്തുകളും അവരെ പിടികൂടി. വസുൽസിലു, അവർ കിടുകിടെ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ, വിശ്വാസികളും നബിയും കൂടെ വിശ്വസിച്ചവരുമെല്ലാം ചോദിച്ചു പോയി, മത്താ നസ്റുല്ലാ, എപ്പോഴാണ് ഇനി അള്ളാഹുവിൻ്റെ സഹായം എത്തുക എന്ന്. ആരാ? റസൂലാണ്. ആരാണ്? കൂടെയുള്ള വിശ്വാസികളാണ് ചോദിക്കുന്നത്. അത്രയും മനസ്സ് മുട്ടിപ്പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. പക്ഷേ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക, അള്ളാഹുവിൻ്റെ സഹായം ആസന്നമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ കുടുംബപരമായോ സംഘടനാപരമായോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബഹുമാന്യരായ സഹോദരങ്ങളെ, ശാന്തമായി ചിന്തിക്കണം. നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സംഭവങ്ങളിലൂടെ നൽകുന്നത്. ഇവിടെയുള്ള അനൈക്യത്തിൻ്റെ കാരണം എന്താണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ കടന്നു വന്ന അംബിയ മുർസലുകൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും ഒരേ ആശയമാണ് ലോകത്ത് നൽകിയത്. അന്വേഷണം നടത്തേണ്ടത് അതാണ്. മുൻഗാമികൾ എന്തു പറഞ്ഞു? ആ മുൻഗാമികളുടെ മാർഗം അതാണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, സൂറത്തുത്ത് തൗബ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ഈ മാർഗത്തിലേക്ക്, മാതൃകയിലേക്ക് നമ്മൾ കടന്നു വരണം. ശാന്തമായി, സമാധാനപരമായി, സ്വസ്ഥമായി, സന്തോഷത്തോടുകൂടി നമ്മൾ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം. നമ്മുടെ പ്രവർത്തന ബാധ്യതകൾ ഏറ്റെടുക്കണം. ഇവിടെ ശിർക്ക് ബിദ്അത്തുകൾ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് പിടിപ്പത് പണിയുണ്ട്. ഹദീസിനോടുള്ള താല്പര്യക്കുറവ്, അതിനോടുള്ള പുച്ഛം എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് പിടിപ്പത് പണിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാം വിശദമായ രീതി ബഹുമാന്യനായ ഹുസൈൻ സലഫി നിങ്ങളോട് പറയും. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.